बहुत बहुत धन्यवाद मुख्य अतिथि डॉक्टर मोहन जी भागवत साहब। एक बार बहुत जोरदार तालियों से जो युवाओं तक संदेश उन्होंने भेजा है उसको आप सबने ग्रहण किया, इसका सबूत पेश कीजिए। रविंद्रनाथ टैगोर जी की बात സംഘചാലക് സംസാരിക്കുകയായിരുന്നു. തത്സമയമാണ് കണ്ടത്. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047ഓടെ വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സപ്തധാര പ്രതിജ്ഞയും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. കൃഷിയും സാങ്കേതികവിദ്യയും ഹരിത സമ്പദ് വ്യവസ്ഥയും ഉൾപ്പെടുന്ന സപ്തധാര മന്ത്രമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ 100 കോടി ജനങ്ങളിലേക്ക് എത്തിക്കും. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സംഘടനകളും വ്യക്തികളും ഒരുപോലെ അണിനിരക്കണം. സുരക്ഷിത ഭാരതം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് രാജ്യനീതിയുടെ അനിവാര്യതയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വനിതകൾക്ക് അർഹമായ പരിഗണന നൽകാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാവപ്പെട്ട ഇടത്തരം കുടുംബങ്ങളിലെ കുട്ടികളെ മത്സര പരീക്ഷകൾക്ക് സജ്ജമാക്കാൻ സൗജന്യ ഓൺലൈൻ പരിശീലനം ഒരുക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. രാഷ്ട്രനിർമ്മാണത്തിൽ യുവജനങ്ങളുടെ പങ്ക് വലുതാണെന്നും യുവസമൂഹം സ്വന്തം കുടുംബങ്ങളുമായി കൂടുതൽ ആത്മബന്ധം പുലർത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ആദ്യമായി സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിച്ചുവെന്ന പ്രത്യേകതയും ഇക്കുറി ഉണ്ടായിരുന്നു. एक बहुत बड़ा सपना देखा, दृढ़ संकल्प के साथ देखा है, नई ऊंचाइयों को छूने के लिए देखा। और वो सपना है जब आजादी के 100 साल होंगे 2047 में हम विकसित भारत बना के रहेंगे। 140 करोड़ देशवासियों के पुरुषार्थ से इस लक्ष्य को हमें हासिल करना है। सभी स्वतंत्र सेनानियों को, बलिदान की महान परंपरा जगाने वाले महान क्रांतिकारियों को आज मैं श्रद्धा पूर्वक नमन करता हूं। आज जो इस समारोह में उपस्थित है उन सब के लिए आज एक ऐतिहासिक पल भी है। आजादी के बाद 15 अगस्त को लाल किले पर पहली बार वंदे मातरम गूंज रहा है। വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, വളരെ ദീർഘവീക്ഷണത്തോടെ കാര്യമാത്ര പ്രസക്തമായ പ്രഖ്യാപനങ്ങൾ, വാക്കുകൾ, അതാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത്. വിവരങ്ങൾ. കൃഷ്ണജ, രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2047ലേക്കുള്ള ദിശ കാണിച്ചു തരികയായിരുന്നു രാഷ്ട്രത്തിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവരും ഒന്നിച്ചു വരൂ, ഒന്നിച്ചാണ് വികസനം സാധ്യമാകുന്നത് എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. 2047ലേക്ക് യുവശക്തിയുടെ പ്രാധാന്യം അദ്ദേഹം വിളിച്ചോതുകയുണ്ടായി. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ 12 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ ഓരോന്നായി പ്രധാനമന്ത്രി വിവരിച്ചു എന്നുള്ളതാണ്. അതിൽ താഴേക്കിടയിലെ ജനങ്ങളെ എങ്ങനെ ഭാരതം അല്ലെങ്കിൽ നവഭാരതം മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ദരിദ്രമുക്ത ഭാരതത്തിനായിട്ട് പുതിയ സർക്കാർ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഓരോ മേഖലയിലും ഊർജ്ജ സംരക്ഷണം, അതേപോലെ തന്നെ ഫിഷറീസ് മേഖലയിൽ ബ്ലൂ എക്കോണമി, ഇങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭാരതം ഇനി കൈവരിക്കേണ്ട നേട്ടങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന് വ്യക്തമായ ആധിപത്യവും സ്ഥാനവുമുണ്ട് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. 2047 ആകുമ്പോഴേക്കും എല്ലാ അർത്ഥത്തിലും ഭാരതം പൂർണ്ണമായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി. അത് ഈ യുവശക്തിയും നാരീശക്തിയും ഒക്കെ തന്നെ വളരെ പ്രധാനമാണ് എന്നുള്ളത് സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനം ഇന്നത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞത് ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള ചിന്താധാരയിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ 7 ശക്തികൾ നിർണായകമാണ് എന്നുള്ളതാണ്. സപ്തധാരകൾ എന്നുള്ളതാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതായത് 7 മേഖലകളിൽ ഭാരതം കൃത്യമായിട്ട് ലക്ഷ്യത്തിലൂന്നിക്കൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിൽ ആദ്യം മാനുഫാക്ചറിങ് സെക്ടറാണ്. നിർമ്മാണ മേഖലയിൽ ഭാരതം വലിയ രീതിയിൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് കൈവരിക്കേണ്ടതുണ്ട് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഭാരതത്തിൽ നിർമ്മിക്കുന്ന ഓരോ പ്രോഡക്റ്റുകളും അത് ലോകരാജ്യങ്ങളിലേക്ക്, ലോക വിപണിയിലേക്ക് എത്തപ്പെടണം. ക്വാളിറ്റിയിൽ ഭാരതത്തിൻ്റെ പ്രോഡക്റ്റുകൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല IT ഇന്നോവേഷൻ,
ഭാരതത്തിൻ്റെ IT മേഖലയാണേലും ഇന്നോവേഷൻ കണ്ടുപിടുത്തങ്ങളാണേലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞു. ഭാരതത്തിൻ്റെ യുവശക്തിയിൽ ലോകരാഷ്ട്രങ്ങൾ പോലും വിശ്വസിക്കുന്നു. ഭാരതത്തിൻ്റെ ഈ IT മേഖലയിലെ വിദഗ്ധർക്കായി ലോകരാജ്യങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചുണ്ടായത് ഫാർമേഴ്സ് ആൻഡ് കെമിക്കൽ ഫ്രീ ഫെർട്ടിലൈസേഴ്സ്, അതായത് രാജ്യത്തെ കർഷകരെ ഉദ്ധരിക്കുക എന്നുള്ളതാണ് അതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. മാത്രമല്ല, കർഷകരെ ഉദ്ധരിക്കുന്നതിനോടൊപ്പം തന്നെ രാസവളങ്ങളെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് പൂർണ്ണമായും ജൈവവളങ്ങളിലേക്ക് രാജ്യം എത്തുക എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. മൂന്നാമത്തേതാണ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. നാലാമത്തേത് ഗതിശക്തിയാണ്. ഗതിശക്തിയിൽ ഭാരതം റോഡ് നിർമ്മാണത്തിലാണേലും ഒക്കെ തന്നെ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. മുൻ സർക്കാരുകൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിൽ മുമ്പ് ഭാരതത്തിൻ്റെ റോഡ് വികസനം എത്തരത്തിലായിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ഈ മേഖലകളിൽ, അതായത് റോഡ് ഗതാഗത മേഖലകളിലൊക്കെ തന്നെ വലിയ വികസന മുന്നേറ്റം സാധ്യമാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനം പോർട്ടുകളുടെ നിർമ്മാണമാണ്. ഇത്തരത്തിൽ പോർട്ടുകളുടെ നിർമ്മാണവും അതേപോലെ തന്നെ ഈ ഇൻലാൻഡ് വാട്ടർ വേ, അതായത് ഉൾനാടൻ ജലഗതാഗതത്തിലൊക്കെ വലിയ വിപ്ലവകരമായ മാറ്റം കൈവരിക്കേണ്ടതുണ്ട് എന്നുള്ളതും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. അഞ്ചാമത്തത് ഡിഫൻസ് മാനുഫാക്ചറിംഗ് സെക്ടറാണ്. അതായത് പ്രതിരോധ മേഖലയിൽ ആയുധ നിർമ്മാണത്തിൽ ഭാരതത്തെ ഒന്നാമതാക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ആഹ്വാനം. ആത്മനിർഭർ ഭാരത് ഈ മേഖലകളിൽ ഊന്നി അതിൽ ഈ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിലൂടെ ലോകരാജ്യങ്ങളാകെ ഭാരതത്തിന് മുന്നിൽ ആയുധങ്ങൾക്കായി കൈനീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ആറാമത്തേത് ഗ്രീൻ എനർജിയും ബ്ലൂ എക്കോണമിയാണ്. ഇതിൽ ഈ ഹരിത ഊർജ്ജം അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഹരിത ഊർജ്ജം, ഒപ്പം തന്നെ ഹരിത ഊർജ്ജ സംരക്ഷണം, ഊർജ്ജ സംരക്ഷണമൊക്കെ പ്രധാനമന്ത്രി എടുത്തു പറയുകയുണ്ടായി. ഏഴാമത്തത് യോഗയാണ്. യോഗയുടെ ഒരു പവർ, ശക്തി എന്താണെന്ന് ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിയുന്നു. ആ ശക്തി കൂടുതൽ രാഷ്ട്രങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലമായി എത്തേണ്ടതിൻ്റെ അനിവാര്യത, ഒപ്പം നമുക്ക് തനതായുള്ള ആയുർവേദം എന്ന മഹത്തായ സ്വത്ത് അത് ലോകരാഷ്ട്രങ്ങൾക്ക് നമ്മൾ സമ്മാനിക്കുകയാണ്. ഇങ്ങനെ ഈ 7 പ്രഖ്യാപനങ്ങളിലൂടെ, സപ്തധാര പ്രഖ്യാപനങ്ങളിലൂടെ 2047 വികസിത രാഷ്ട്രത്തിലേക്കുള്ള റോഡ് മാപ്പ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മാത്രമല്ല, ഇന്നിപ്പോൾ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ ഓരോന്നും എണ്ണിപ്പറയുകയുണ്ടായി പ്രധാനമന്ത്രി എന്നുള്ളതാണ്. ബസ്തറിൽ ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. അതായത് ഒരു കാലഘട്ടത്തിൽ ഇരുളിൽ നിന്ന് അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് വെടിയുതിർത്തുകൊണ്ട് മാവോയിസം പരത്തിയിരുന്ന, നക്സലിസം പരത്തിയിരുന്ന സ്ത്രീകളടക്കമുള്ളവർ ഇന്നിപ്പോൾ മുഖ്യധാരയിലേക്ക് എത്തുന്നു എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 2030 പൂർണ്ണമായും, അടുത്ത വർഷത്തോടുകൂടി തന്നെ ഏതാണ്ട് പൂർണ്ണമായും നക്സൽ മുക്ത ഭാരതം എന്നുള്ള ആശയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. 2036 ഒളിമ്പിക്സിന് വേണ്ടി ആതിഥേയത്വം വഹിക്കുവാൻ വേണ്ടി ഭാരതം ആഗ്രഹിക്കുന്നു. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഓരോ പദ്ധതികൾ, അതായത് രാജ്യത്തെ കായിക മേഖലയ്ക്ക് വികസനം നൽകുവാൻ വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തെ കായിക മേഖലയെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ ഓരോന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ലഹരിമുക്ത ഭാരതം എന്നുള്ള ലക്ഷ്യം കൈവരിക്കണമെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഓരോ സർക്കാർ മാത്രം അതിൽ മുന്നിട്ടിറങ്ങിയാൽ പോരാ, ഓരോ വ്യക്തികളും സംഘടനകളും അതിൽ മുന്നിട്ടിറങ്ങണമെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. രാജ്യത്തിൻ്റെ നാരീശക്തി അദ്ദേഹം എടുത്തു കാണിക്കുകയുണ്ടായി. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മാവോയിസ്റ്റ് വിമുക്ത ഭാരതം എന്നുള്ള ലക്ഷ്യം കൈവരിക്കണം എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മുൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് മുൻ സർക്കാരുകളുടെ കാലത്ത് ഇത്തരം മാവോയിസ്റ്റ് ചിന്താഗതികൾ ഉള്ളവർ സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ള വിമർശനം പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതേപോലെ തന്നെ നാരീശക്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് പ്രതിപക്ഷത്തെ പേരെടുക്കാതെ തന്നെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. അതായത് വനിതാ സംവരണ ബിൽ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് തടസ്സപ്പെടുത്തുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഈ നാരീശക്തിക്ക് വേണ്ടി, സ്ത്രീകളെ മുൻപന്തിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചിറങ്ങണമെന്നുള്ള കാര്യം പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏതാണ്ട് 100 കോടി ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ആയുഷ്മാൻ ഭാരതിൻ്റെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. സെൻസസിൽ എല്ലാവരും പങ്കാളികളാകണം എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. വ്യക്തികളല്ല, രാഷ്ട്രമാണ് വലുത് എന്നുള്ളത് പ്രധാനമന്ത്രി ഇന്നത്തെ സ്വാതന്ത്ര്യ സന്ദേശത്തിൽ അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി. സമയവും അവസരവും ഭാരതത്തിൻ്റെതാണ്. നമ്മുടെ ലക്ഷ്യം വലിയ ലക്ഷ്യങ്ങളാണ്. ആ വലിയ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ഏവരും ഒന്നിച്ചു മുന്നോട്ട് നീങ്ങണമെന്നുള്ളതാണ് ഇന്നിപ്പോൾ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്തത്. മറ്റൊന്നുകൂടി ചോദിച്ചോട്ടെ, ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം കേൾക്കുകയാണ്, മുഴങ്ങിക്കേൾക്കുകയാണ്, അതിനെക്കുറിച്ച് കൂടി.
കൃഷ്ണരാജ്, ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രമേയം ഒന്ന് വികസിത ഭാരതം 2047 എന്നുള്ളതും ഒന്ന് വന്ദേ ഭാരതത്തിൻ്റെ 150-ാം വാർഷികം എന്നുള്ളതാണ്. ചരിത്രത്തിലാദ്യമായി വന്ദേ ഭാരതം ചെങ്കോട്ടയിൽ മുഴുവനായി ആലപിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. മാത്രമല്ല 2 ഹെലികോപ്റ്ററുകൾ, ഒന്ന് ദേശീയ പതാക ഏന്തി പുഷ്പവൃഷ്ടി നടത്തി, മറ്റൊരു MI ഹെലികോപ്റ്റർ അത് വന്ദേ മാതരം ആലേഖനം ചെയ്ത പതാക ഏന്തിയാണ് പുഷ്പവൃഷ്ടി നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമായി. മൊത്തത്തിലുള്ള ഒരു തീം തന്നെ ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കാളികളായ വിദ്യാർത്ഥികളെ വെച്ചിട്ട് ഒരു തീം തന്നെ രൂപപ്പെടുത്തിയെടുത്തത് വന്ദേ മാതരം എന്നുള്ളത് തന്നെയാണ്. വന്ദേ മാതരത്തിന് ഈ 150-ാം വർഷം രചിക്കപ്പെട്ട് 150-ാം വർഷം ആഘോഷിക്കുമ്പോൾ അർഹമായ പരിഗണന നരേന്ദ്രമോദി സർക്കാർ നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ നോക്കിക്കാണേണ്ടത്. കേരളമടക്കം വന്ദേ മാതരത്തെ അധിക്ഷേപിക്കുമ്പോൾ ലോകമെമ്പാടും ഇന്നിപ്പോൾ വന്ദേ മാതരം ചെങ്കോട്ടയിൽ നിന്ന് ശ്രവിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വന്ദേ മാതരത്തിന്, അതായത് മുസ്ലിം ലീഗിൻ്റെയും അതേപോലെ തന്നെ മറ്റ് ഇസ്ലാമിക സംഘടനകളുടെയും ഒക്കെ തന്നെ തിട്ടൂരത്തിന് വഴങ്ങിക്കൊണ്ട് വന്ദേ മാതരത്തിന് മുന്നിൽ മുട്ടുമടക്കി, അല്ലെങ്കിൽ വന്ദേ മാതരത്തിന് അർഹമായ പ്രാധാന്യം നൽകാതെ വന്ദേ മാതരത്തെ ഒരു കോണിൽ ഒതുക്കിയിരുന്ന കാലഘട്ടം അല്ല ഇപ്പോൾ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. മറിച്ച് ഇപ്പോൾ വന്ദേ മാതരത്തിന് അർഹമായ പ്രാധാന്യം നൽകിയിരിക്കുന്നു. വന്ദേ മാതരം ഇന്നിപ്പോൾ ചെങ്കോട്ടയിൽ മുഴങ്ങി കേട്ടിരിക്കുന്നു. അത് പൂർണ്ണ അർത്ഥത്തിൽ, അതിൻ്റെ പൂർണ്ണ വരികളോടുകൂടി ചെങ്കോട്ടയിൽ മുഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അങ്ങനെ വന്ദേ മാതരത്തിന് അർഹമായ പ്രാധാന്യവും ഈ സർക്കാർ ഈ സ്വാതന്ത്ര്യദിനത്തിൽ നൽകുന്നു. ഏറെ ദീർഘവീക്ഷണമുള്ള ഒരു പ്രസംഗം നമ്മൾ ചെങ്കോട്ടയിൽ നിന്ന് കേട്ടു. മാത്രമല്ല ചരിത്രത്തിലാദ്യമായി വന്ദേ മാതരവും ഉറക്കെ കേട്ടു. അവിടെ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.